വീണ്ടും കുതിച്ചുയർന്ന കോവിഡ് കണക്കുകൾ ഒറ്റ ദിവസം കൊണ്ട് 3 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം മാത്രം 19 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. പുതുതായി 170 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ കണക്കുകളാണ്. പ്രജിത് മോഹനൻ ചേരുകയാണ് വിവരങ്ങളുമായി. പ്രജിത്ത്, പുതിയ കണക്കുകൾ പ്രകാരം എന്തൊക്കെയാണ് വിവരങ്ങൾ? സംസ്ഥാനത്ത് ഈ കോവിഡ് മരണങ്ങൾ വീണ്ടും കൂടുകയാണ്. അത് ഒരു ദിവസം 3 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്നത്. ഇന്ന് രാവിലെ 8 മണിക്ക് വന്ന കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കോവിഡ് ബുള്ളറ്റിൻ പ്രകാരം സംസ്ഥാനത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 3 കോവിഡ് മരണങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൽ ഒരു 87 വയസ്സുള്ള ഒരു വൃദ്ധ, ഒപ്പം 78 വയസ്സുള്ള ഒരു പുരുഷൻ, മറ്റൊരു 69 വയസ്സുള്ള പുരുഷൻ എന്നിവരാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. അതോടൊപ്പം തന്നെ ഈ കോവിഡ് രോഗികളുടെ എണ്ണത്തിലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പെട്ടെന്നൊരു വലിയ വർധനവ് കൂടി രേഖപ്പെടുത്തിയ 24 മണിക്കൂറാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 170 പേർക്കാണ് കേരളത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. അങ്ങനെ ആകെയുള്ള കോവിഡ് രോഗികളുടെ എണ്ണം നിലവിൽ 2223 ആണ്. 302 പേർക്ക് കഴിഞ്ഞ 24 മണിക്കൂറിൽ രോഗമുക്തി നേടി എന്നുള്ള കാര്യം കൂടി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ സംസ്ഥാനത്തെ ആകെയുള്ള 2025 ആകെയുള്ള കോവിഡ് മരണങ്ങൾ 19 ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മഹാരാഷ്ട്രയ്ക്കൊപ്പം കേരളത്തിലും മഹാരാഷ്ട്രയിലും 19 കോവിഡ് മരണങ്ങളാണ്. ഈ 2 സംസ്ഥാനങ്ങളാണ് രാജ്യത്ത് തന്നെ കോവിഡ് മരണ കേസ് കണക്കുകളിൽ ഏറ്റവും മുന്നോട്ട് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ രാജ്യത്തെ ആകെയുള്ള കേസുകൾ 7121 നിലവിൽ കോവിഡ് രോഗികളായി ചികിത്സയിലുള്ളത്, അല്ലെങ്കിൽ കോവിഡ് രോഗബാധയുള്ളത് എന്നുള്ളതാണ്. എന്തായാലും സംസ്ഥാനത്തെ കോവിഡ് കേസുകളും കോവിഡ് മരണങ്ങളും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ആശങ്കപ്പെടുത്തുന്ന വിഷയമാണ്. ആരോഗ്യവകുപ്പ് ആവർത്തിച്ച് പറയുന്നത് ഒരു വ്യാപനശേഷി കൂടുതലുള്ള തീവ്രത കുറഞ്ഞ ഒരു കോവിഡ് വകഭേദമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് വ്യാപിക്കുന്നത് എന്നുള്ളതാണ്. JF7 എന്ന് പറയുന്നെങ്കിലും അതിൻ്റെ ജീനോമിക് സീക്വൻസിംഗ് ഒക്കെ വീണ്ടും നടത്തുമെന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രായമായവരിലും അനുബന്ധ രോഗങ്ങളുള്ളവർക്കുമാണ് ഈ കോവിഡ് ഗുരുതരമാകാനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ പൊതുവിടങ്ങളിൽ പോകുമ്പോൾ മാസ്കുകളും മറ്റും ധരിക്കണമെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോഴാണ് കേരളത്തിലെ ഒരു കോവിഡ് ഓരോ ജില്ല തിരിച്ചുള്ള കോവിഡ് കണക്കുകളുമൊക്കെ സംസ്ഥാന ആരോഗ്യവകുപ്പ് പുറത്തുവിടാൻ തയ്യാറാകുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ അതിലൊക്കെ വലിയ വീഴ്ചകൾ വന്നിരുന്നു എന്നുള്ള വിമർശനങ്ങളും ശക്തമാണ്. എന്തായാലും ഇപ്പോൾ ഈ കോവിഡ് മരണ കേസുകൾ കേരളത്തിൽ കൂടി വരുന്നു എന്നുള്ളതാണ്. ഒരു ദിവസം 3 പേരുടെ മരണസംഖ്യ ഉണ്ടാകുമ്പോൾ അതും 170 പേർക്ക് രോഗം സ്ഥിരീകരിക്കുമ്പോഴാണ്, ഒരു 24 മണിക്കൂറിൽ രോഗം പുതിയതായി സ്ഥിരീകരിക്കുമ്പോഴാണ് ഈ 3 മരണങ്ങൾ എന്നതും നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ്. അനു.